ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എപ്പോഴും നമ്മൾ ഒരേ രൂപത്തിൽ മീൻകറി വയ്ക്കാതെ ഒന്ന് മാറി മാറി മീൻകറി വെച്ച് നോക്ക്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും അത് വയ്ക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ അടിപൊളി മീൻകറിയാണ്. നാളികേരമൊന്നും അരയ്ക്കാതെ തന്നെ അടിപൊളിയാണ് കേട്ടോ. അതിൽ കൂടെ കപ്പ, പുട്ട്, ചോറ് എല്ലാത്തിൻ്റെയും കൂടി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു സബോള എടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരു ചെറിയ സൈസ് ആണെങ്കിൽ 2 എടുത്താൽ മതി. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 2 പച്ചമുളക് ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഒന്ന് വാടി വരട്ടെ. നാളികേരം അന്വേഷിച്ച് പോകുന്നു വേണ്ട. ഇതുപോലൊരു മീൻകറി ഉണ്ടാക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ചധികം തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് മീൻകറിക്ക് ഉപ്പ് വേണമല്ലോ. ഇതൊന്ന് വാടി വരട്ടെ കേട്ടോ. നല്ലോണം വാടണം. പച്ചക്കുത്തൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് 2.25 ടീസ്പൂൺ കേട്ടോ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും. എപ്പോഴും മുളക് പൊടിയിലും താഴെ മല്ലിപ്പൊടി നിൽക്കുക. ഒരേ രൂപത്തിൽ ഇട്ട് കൊടുക്കരുത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. പച്ചക്കുത്തൊക്കെ മാറി കിട്ടിട്ടെ. മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരേ ലെവലിൽ ഇടരുത്, അപ്പോൾ ടേസ്റ്റ് വരില്ല കേട്ടോ കറിക്ക്. ഇതിലേക്ക് വലിയൊരു തക്കാളി മുറിച്ചതുണ്ട്. അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇടണ്ട. പക്ഷേ ഈ കറിക്ക് ഈ തക്കാളി ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് തന്നെ കേട്ടോ. ഇതൊന്ന് വാടി വരട്ടെ. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും കേട്ടോ. നമുക്ക് കോരിയെടുക്കാം. ചൂടാറുമ്പോൾ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം കേട്ടോ. നല്ലോണം അരയണം. തരിതരിന്നനെ അരയ്ക്കാതെ നല്ലോണം അരയണം കേട്ടോ. ചൂടാറുമ്പോൾ അരച്ചെടുക്കാം. ഇതിലേക്ക് വീണ്ടും ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇടാത്ത ഒന്നുണ്ട് കേട്ടോ, മറന്നു പോയിട്ടാ. ലാസ്റ്റ് ഞാൻ ഇട്ടു. എന്താണെന്നറിയോ? ഉലുവയുടെ പൊടി. എപ്പോഴും മീൻകറിയിൽ ഉലുവപ്പൊടി ഇടുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് അതിൻ്റെ സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇടണ്ട. തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. 1/2 കിലോ അയിലെടുത്തിട്ടുണ്ട്. തല മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുടപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് തിളച്ച് വെന്ത് വറ്റി വരട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. നല്ല കട്ടിക്ക് ചാറിന് കേട്ടോ. ചോറിലൊക്കെ ഒഴിച്ച് കഴിച്ചിട്ടുണ്ടല്ലോ, മതിയാവില്ല, അത്ര ടേസ്റ്റാണ്. ഇതെൻ്റെ മുന്നത്തെ കുറേ നാൾ മുന്നേ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പുട്ടിലേക്കോ, പുട്ടും മീൻകറിയൊക്കെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇത് വറ്റി വന്നിട്ടുണ്ട്. ഒന്നും കൂടി വറ്റണം. ഇതിന് വേണമെങ്കിൽ ഉള്ളി കാച്ചാം. പക്ഷേ ഇനിയിപ്പം നമ്മളെല്ലാം വഴറ്റിയിട്ടാണല്ലോ, ഇനിയിപ്പോൾ ഉള്ളിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അറിയാത്തവരുണ്ടാക്കി നോക്കാം. എപ്പോഴും നല്ലോണം വാടണം കേട്ടോ. ഈ സവോളയൊക്കെ നല്ലോണം വാടിയില്ലെങ്കിൽ ടേസ്റ്റ് ഇത്തിരി കുറയും. കപ്പയുടെ കൂടെ ബെസ്റ്റാണ് കേട്ടോ. കിഴങ്ങ് ഉണ്ടല്ലോ, കൊള്ളി ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ബെസ്റ്റ്. ഞങ്ങളുടെ കൊള്ളി എന്ന് പറയും കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.